മേശവിളക്കിലേക്ക് സ്വാഗതം. ഇന്ന് മനോജ് കുറൂരിൻ്റെ നിലം പൂത്ത് മലർന്ന നാൾ എന്ന മനോഹരമായ നോവലാണ് പരിചയപ്പെടുത്തുന്നത്. മനോജ് മലയാളിക്ക് കവിയായാണ് കൂടുതൽ പരിചയം. 2 നോവൽ കൂടി എഴുതിയിട്ടുണ്ട്. എങ്കിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും ഏറെ ആസ്വദിക്കപ്പെട്ടതും ഈ പുസ്തകമാണ്. ഒരുപാട് സവിശേഷതകളുള്ള, വളരെയേറെ വിമർശനങ്ങളും നിരൂപണങ്ങളും ഉണ്ടായിട്ടുള്ള ഈ പുസ്തകം യഥാർത്ഥത്തിൽ മലയാള നോവൽ സാഹിത്യത്തിൽ തന്നെ ഒരു സവിശേഷ ഏടായി പലരും കണക്കാക്കുന്നു. ഐമനം ജോൺ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു പക്ഷേ ഇന്ദുലേഖയല്ല, ഈ പുസ്തകം, മനോജിൻ്റെ ഈ പുസ്തകമാണ് മലയാളി എഴുത്തുകാർക്ക് നിലത്തെഴുത്തായിരിക്കുന്നത് എന്ന്. കാരണം ഈ പുസ്തകം സംഘകാല പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ജയമോഹനെ പോലെ മലയാളിയായ തമിഴ് നോവലിസ്റ്റ്, നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ജയമോഹൻ ഈ പുസ്തകത്തിന് ഒരു മുൻനുര എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, താൻ ഒരു പുസ്തകം എഴുതി, കൊറ്റവൈ, സംഘകാല യുദ്ധറാണിയോ യുദ്ധത്തിൻ്റെ ദൈവമോ ഒക്കെയാണ് കൊറ്റവൈ. അങ്ങനെ ഒരു നോവൽ 2005 ജയമോഹൻ എഴുതിയിട്ടുണ്ട് തമിഴിൽ. പക്ഷേ അതിനപ്പുറത്ത് മലയാളത്തിൽ നമ്മളെല്ലാവരും മലയാള സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന, മലയാള ഭാഷാ ചരിത്രം പഠിക്കുന്നവരൊക്കെ പഠിക്കുന്ന ഒന്നാണ് സംഘകാലം. 2000 വർഷം മുമ്പുള്ള ആ കാലം പലതരത്തിൽ വളരെയേറെ പ്രധാനമായിട്ടുള്ള, ഒരുപക്ഷെ മലയാള ഭാഷയുടെ, മലയാള സംസ്കൃതിയുടെ ഒക്കെ വേരുകൾ ചെന്ന് നിൽക്കുന്നത് ഈ സംഘകാലത്താണ്. മലയാള ഭാഷ തന്നെ തമിഴിൽ നിന്നുടലെടുത്തതാണ് എന്ന് പറയുമ്പോൾ പലർക്കും നെറ്റി ചുളിയാറുണ്ട്. പക്ഷേ ഭാഷാ വിദഗ്ധർക്ക് അതിൽ 2 പക്ഷമുണ്ടെങ്കിൽ പോലും നമുക്കറിയാം, മലയാളത്തിൻ്റെ, മലയാള സംസ്കൃതിയുടെ, മലയാള ഭാഷയുടെ ഒക്കെ അവിഭാജ്യവും അനിവാര്യവുമായ ഘടകമാണ് തമിഴ് സംസ്കാരം. അതുകൊണ്ട് തന്നെ സംഘകാലം എന്ന് പറയുന്നത്, സംഘകാല കൃതികൾ, ഇതെല്ലാം മലയാള ഭാഷ സ്നേഹികൾ മനസ്സോട് ചേർത്ത് വെക്കുന്നതാണ്. എന്നാൽ അതിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട്, ആ കാലഘട്ടത്തിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു നോവൽ ഇറങ്ങുന്നത് മലയാളത്തിൽ ആദ്യം തന്നെയാണ്. മനോജ് വളരെ സാഹസികമായ, വളരെ പരീക്ഷണാത്മകമായ രീതിയിൽ ഈ നോവൽ ഗംഭീരമായി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. മലയാള ഭാഷയ്ക്കും മലയാള സാഹിത്യത്തിനും സംഘകാലവും സംഘകാല കൃതികളും ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്. പക്ഷേ മലയാളത്തിൽ സംഘകാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു നോവൽ ഉണ്ടാവുന്നത് ഇതാദ്യമാണ്. സംഘകാലം പല രീതികളിൽ ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും ഭാഷാപരമായും ഒക്കെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു കാലഘട്ടമാണ് എന്ന് നമുക്കറിയാം. ആ കാലഘട്ടം കവിതകളിലൂടെ, പാട്ടുകളിലൂടെ, പഴംപാട്ടുകളിലൂടെ ആണ് നാം പരിചയപ്പെട്ടിരിക്കുന്നത്. അത്തരം പാട്ടുകളിൽ നിന്നും, അത്തരം ചരിത്രത്തിൻ്റെതായ ചില അവശിഷ്ടങ്ങളിൽ നിന്നും ഒക്കെ കിട്ടിയ വിവരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് മനോജ് നോവൽ രചിച്ചിരിക്കുന്നത് എന്നത് വ്യക്തം. നമുക്കറിയാം, സംഘകാലത്ത് അന്ന് ഭൂമിശാസ്ത്രപരമായി പല 5 തിണകളായാണ് വേർതിരിക്കപ്പെട്ടിരുന്നത്. കുറിഞ്ഞി, പാല, മുല്ല, മരുതം, നെയ്തൽ, ഇങ്ങനെ 5 തിണകളായി അന്ന് വിഭജിക്കപ്പെട്ടിരുന്നു. എന്ന് മാത്രമല്ല, തൊഴിലനുസരിച്ച് മനുഷ്യരെ പല രീതിയിൽ വിഭജിച്ചിരുന്നു.
പക്ഷെ അവിടെ ഉയർച്ച താഴ്ചകളില്ല. ഏതാണ്ട് എല്ലാവർക്കും ഏതാണ്ട് ഒരേ അവകാശങ്ങളും ഒരേ തരത്തിലുള്ള അംഗീകാരങ്ങളും അവിടെയുണ്ട്. അതിൽ വേട്ടയ്ക്ക് പോകുന്നവരുണ്ട്, മീൻ പിടിക്കുന്നവരുണ്ട്, ഉപ്പ് കുറുക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങളാണുള്ളത്. ഇവിടെ മനോജിൻ്റെ നോവലിൽ പാണന്മാരെ കുറിച്ചാണ്. പെരുംപാണർ, ആ സമൂഹത്തിലെ പാട്ട് സംഘമാണവർ. കൂത്തരും പാണരും, ആട്ടം നൃത്തം ചെയ്യുന്നവരും പാട്ടുപാടുന്നവരും. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത അതിൻ്റെ ഭാഷ കൂടിയാണ്. ഒട്ടും തന്നെ സംസ്കൃതവൽക്കരിക്കപ്പെട്ടിട്ടില്ലാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് മനോജ് കുറൂർ ഈ പുസ്തകം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതൊരു പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ഒടുവിൽ പി രാമൻ എന്ന നമ്മുടെ കവി ഒരു ആസ്വാദനം ഈ പുസ്തകത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ ബോധ്യപ്പെടുക. കാരണം അതിന് ഒരു രാഷ്ട്രീയമുണ്ട്, ഭാഷയുടെ രാഷ്ട്രീയമുണ്ട്. മലയാളത്തെക്കുറിച്ച് ജയമോഹൻ പറയുന്നുണ്ട്, മലയാളിക്ക് തമിഴ് സംസ്കൃതി പൂർണ്ണമായി ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്തത് സംസ്കൃതവൽക്കരിക്കപ്പെട്ട മലയാളമാണ് തടസ്സമായി നിൽക്കുന്നത്. തമിഴിൻ്റെ വേരുകളിലേക്ക് മലയാളം കടന്നു ചെന്നാലും മലയാളം പിന്നീട് വളർന്നപ്പോൾ പൂർണ്ണമായി സംസ്കൃതവൽക്കരിക്കപ്പെട്ടു. അതിൻ്റേതായ രാഷ്ട്രീയമുണ്ട്. ഇവിടെ നടന്ന അധിനിവേശങ്ങളുണ്ട്, സംസ്കൃതത്തിൻ്റെ അധിനിവേശമുണ്ട്. ഇതൊക്കെ തന്നെ ഭാഷയിൽ ഉണ്ടാക്കിയ വലിയ ഇടപെടലുകളുണ്ട്. അതുകൊണ്ട് തന്നെ മനോജ് കുറൂർ ഈ പുസ്തകത്തിൽ സംസ്കൃതവൽക്കരിക്കപ്പെട്ട മലയാളം പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ്. തമിഴ് ആണ് എന്ന് തോന്നാവുന്ന തരത്തിൽ, എന്നാൽ അത് മലയാളമാണ്. സ്നേഹമെന്ന് പറയുന്നില്ല, അൻപെന്നാണ് പറയുക. ജീവിതമെഴുത്ത് എന്നല്ല പറയുക, ഉയിരെഴുത്ത് എന്നാണ് പറയുക. അങ്ങനെ മനോഹരമായ അൻപ്, അഴല്, ഉയിര് തുടങ്ങിയ തനി മലയാളത്തിൻ്റെ തന്നെ ഏറ്റവും സുന്ദരമായ ആ ഭാവങ്ങളാണ് മനോജ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പുസ്തകം ഒരു യാത്രയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പാട്ട് സംഘമായ പാണരുടെ അതിജീവനത്തിൻ്റെ കഥയാണ്. അവരുടെ യാത്രയാണ്. അവർ വല്ലാതെ വറുതി അനുഭവിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന, ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് സമ്പത്ത് എന്ന് പറയുന്നത് അവരുടെ ആഴും പറയുമാണ്, അവരുടെ സംഗീത ഉപകരണങ്ങളാണ്. ആ സംഗീത ഉപകരണങ്ങളുമായി കൊലുമ്പൻ എന്ന് പറയുന്ന പാട്ടുകാരൻ, പെരുംപാണൻ ഒരു യാത്ര നടത്തുകയാണ്. യഥാർത്ഥത്തിൽ നെയ്തലിൽ നിന്നും കുറിഞ്ഞിയിലേക്കുള്ള ഒരു യാത്ര. ആ യാത്ര ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. തീർച്ചയായും അതൊരു അതിജീവനത്തിൻ്റെ യാത്രയാണ്. പാണരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഉപജീവനത്തിനായി അവർക്കിങ്ങനെ യാത്ര ചെയ്തേ മതിയാകൂ. അങ്ങനെയുള്ള യാത്ര മാത്രമല്ല, കുട്ടിക്കാലത്ത് വീട് വിട്ടുപോയ അവരുടെ മകൻ മയിലനെ അന്വേഷിച്ചുള്ള ഒരു യാത്ര കൂടിയാണ്. പാണരുടെ സാമ്പ്രദായികമായ ജീവിതം, അവരുടെ പാട്ടും അവരുടെ കൂത്തും അവർക്ക് എപ്പോഴും വറുതി മാത്രം നൽകുമ്പോൾ അതിൽ നിന്ന് കുതിറി ചാടി ഓടിപ്പോയതാണ് മയിലൻ എന്ന ധീരനായ ഒരു കുട്ടി. അവൻ ഇന്ന് യുവാവായിട്ടുണ്ട്. അവനെ തേടി, അവനെ കുറിച്ചുള്ള വല്ലാത്ത അലട്ടൽ ആണ് കൊലുമ്പനും ഭാര്യയ്ക്കും ആ കുടുംബത്തിനുമുള്ളത്. അങ്ങനെ കൊലുമ്പൻ, ഭാര്യ നെല്ലക്കിളിയും മക്കൾ ചീര, ചിരുത, ഉലുമ്പൻ ഇവരുമായി യാത്ര ചെയ്യുകയാണ്. ആ യാത്രയാണ് സംഘകാലത്തെ ജീവിതം നമ്മുടെ മുമ്പിൽ
ഒരു മനോഹരമായ ഒരു കാവ്യം പോലെ, മനോഹരമായ ഒരു ചലച്ചിത്ര കാവ്യം പോലെ നമ്മുടെ മുന്നിൽ ഇതൾ വിടർത്തി തരുന്നത്. അന്നത്തെ സംഘകാല സംസ്കാരം, നമുക്കറിയാം, സംസ്കാരം എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളുണ്ട്, പ്രണയമുണ്ട്, കാമനകളുണ്ട്, ഭക്ഷണമുണ്ട്, പാട്ടുണ്ട്, നൃത്തമുണ്ട്. ഒപ്പം തന്നെ ഏതു മനുഷ്യർക്കുമുള്ള വൈരാഗ്യവും അധികാരമോഹവും ചതിയും വഞ്ചനയും ഇതെല്ലാം ചേർന്നത് തന്നെയായിരുന്നു അന്നത്തെ കാലവും. എന്നാൽ ഇന്നത്തെ സമൂഹവുമായി ഇന്ന് നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ട് ഏറ്റവും ആധുനികമായ ഒരു ലോകം എന്ന് വിചാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ തീർച്ചയായും ഇന്നത്തെ കാലവുമായി യാതൊരു തരത്തിലുള്ള സാമ്യമോ സാദൃശ്യമോ ഇല്ലാത്ത സംഘകാലത്തെ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു പുസ്തകം വായിക്കുമ്പോൾ, ഒരു കഥ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നത് മനുഷ്യരുടെ അടിസ്ഥാനപരമായ ചോദനകൾക്ക് ഇന്നും മാറ്റമുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സ്നേഹവും വിദ്വേഷവും പ്രതികാരവും അധികാരവും ഒക്കെ അന്നും ഇന്നും മനുഷ്യ ചോദനകളിൽ ഏതാണ്ട് ഒരേപോലെ തന്നെ, ഒരേ തീവ്രതയോടുകൂടി നിലനിൽക്കുന്നു എന്നതാണ്. ഈ പുസ്തകത്തിൽ സ്വാഭാവികമായും ആ പ്രകൃതി വർണ്ണനയുണ്ട്. കാരണം അന്നത്തെ മനുഷ്യർ ഇന്നത്തേതിനേക്കാളും പ്രകൃതിയുമായി ചേർന്നുകൊണ്ടും പ്രകൃതിയുമായി ഇടഞ്ഞുകൊണ്ടും പ്രകൃതിയുമായി മല്ലിട്ടുകൊണ്ടുമാണ് അവർ ജീവിച്ചിരുന്നത്. അങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. മനോഹരമായ പ്രകൃതി വർണ്ണന ഈ പുസ്തകത്തിലുണ്ട്. അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്നതും. ആനയെ വിഴുങ്ങുന്ന മുതലകളെക്കുറിച്ച്, ആനയെ വേട്ടയാടുന്ന മനുഷ്യരെക്കുറിച്ച്, ഇതൊക്കെ ഉള്ളപ്പോഴും അതിൻ്റെ ഇടയിലൂടെ ഇവർ കടന്നു പോകുന്ന വഴിയിലെ വർണ്ണനകൾ, അത് മനോജ് എങ്ങനെയാണ് നേരത്തെ സൂചിപ്പിച്ച സംഘകവിതകളിലൂടെ, നമുക്കറിയാം അകനാനൂറും പുറനാനൂറും പോലെയുള്ള നിരവധി സംഘകവിതകൾ നമുക്കുണ്ട്. സംഘകാലത്തെ വളരെ പ്രശസ്തരായവർ, അവരെക്കുറിച്ചും ഈ പുസ്തകത്തിൽ അവരൊക്കെ കഥാപാത്രങ്ങളായി ചിലർ കടന്നു വരുന്നുണ്ട്. കപിലനും ഔവയാറും ഒക്കെ കഥാപാത്രങ്ങളായി ഈ പുസ്തകത്തിൽ കടന്നു വരുന്നുണ്ട്. അവരുടെയൊക്കെ കൃതികളിൽ നിന്നും ലഭിച്ച വിവരണങ്ങളിൽ നിന്നാകാം പ്രകൃതിയെ ഇത്ര മനോഹരമായി മനോജിന് വരച്ചിടാൻ കഴിഞ്ഞത്. പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഞ്ചിമരങ്ങളെക്കുറിച്ചും കണ്ണെത്താ ദൂരത്തുള്ള വയലുകളെക്കുറിച്ചും ആർത്തലച്ചു പെയ്യുന്ന മഴയെക്കുറിച്ചും കാവേരി നദിയെക്കുറിച്ചും ഒക്കെ ആനമലയും ഏഴിമലയും ഉൾപ്പെടെ ഈ പുസ്തകത്തിൽ കഥാപാത്രങ്ങളെപ്പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇവരൊക്കെ തന്നെ പാണരായാലും കുറവരായാലും ഒക്കെ ഈ പ്രകൃതിയുമായി ചേർന്നാണ് ജീവിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് വേറിട്ട ഒരു ജീവിതം അക്കാലത്തില്ല. അങ്ങനെ ജീവിക്കുന്ന ഇവർ കടന്നു പോകുന്ന വഴികളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ, ഒപ്പം തന്നെ അക്കാലത്തെ സംസ്കാരം, പാട്ടുസംഘമാണ്, പാണരാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവിടെയുള്ള മനുഷ്യർ, ഇവരുടെ വിഭാഗത്തിൽപ്പെട്ടവരല്ല, അവർ വേട്ടക്കാരും മറ്റു തരത്തിൽ ജീവിക്കുന്നവരുമൊക്കെയാണ്. അവർ ഇവരെ സൽക്കരിക്കുന്നു, ഇവരെ വീട്ടിൽ കയറ്റി താമസിക്കുന്നു, അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതാണ് അന്നത്തെ ഒരു സംസ്കാരം. പാട്ടും കൂത്തും അവരുടെ ജീവിതത്തിൻ്റെ ഒഴിവാക്കാൻ കഴിയാത്ത ഭാഗമാണ്. സംഘകാലത്തെക്കുറിച്ച് ഉള്ള പല എഴുത്തുകളും മലയാളത്തിൽ ധാരാളം പേർ തമിഴ് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അല്ലാതെ സംഘകാലത്തെക്കുറിച്ച് ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അവിടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ചില വസ്തുതകൾ, സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് യുദ്ധരംഗത്ത് പോലും ഒരുമിച്ച് നിൽക്കുന്നു, അവർ ഒരുമിച്ച് ജീവിക്കുന്നു, അവർ ഒരുമിച്ച് തൊഴിലെടുക്കുന്നു. അത്തരം
ത്തിലുള്ള വളരെ കുറേ കൂടി ഇന്നത്തെ കാലത്തേക്കാളും എത്രയോ വിശാലമായ മനസ്ഥിതിയുള്ളവർ. അന്നത്തെ ഭക്ഷണ രീതികൾ, മനോജ് കുറൂർ ഏറ്റവും മനോഹരമായി അതിൽ പറയുന്നത് അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചാണ്. ആ കാലത്തെ, അന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന പാചകവും ഭക്ഷണവും ഒക്കെ ഈ കഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. നമുക്കറിയാം, ഊൻചോറ് സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഊൻചോറ്. ചോറും ഇറച്ചിയും കൂടി ചേരുന്ന ഒരു ഭക്ഷണം. മുള്ളൻ പന്നി, ആട്, ഇതൊക്കെ അവരുടെ നിത്യജീവിതത്തിലെ ഭക്ഷണമായിരുന്നു. ഇതെല്ലാം എങ്ങനെയാണ് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി അന്നുണ്ടായിരുന്നത് എന്നത്, അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം, അതിൻ്റെ പിന്നിലെ സാമൂഹ്യ യാഥാർത്ഥ്യം, ഇതൊക്കെ ഒരു നോവലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ്. ഇവിടെ ഒരു പാണൻ തൻ്റെ മകനെ അന്വേഷിച്ചുള്ള യാത്രയിൽ ആ ആഖ്യാനം, ആ അന്വേഷണം എന്ന് പറയുന്നത് നമുക്കറിയാം, മനുഷ്യനെന്നും അവൻ്റെ ജീവിതം ഒരു അന്വേഷണം തന്നെയാണ്. പല പുസ്തകങ്ങളിലും നമ്മൾ ഇത്തരം അന്വേഷണങ്ങൾ കാണാറുണ്ട്. പക്ഷെ ആ അന്വേഷണത്തിലൂടെ ഒരു കാലഘട്ടത്തെ മുഴുവനും നമ്മുടെ മുന്നിൽ തുറന്നു വെക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ സവിശേഷത. ഇങ്ങനെ പോകുന്ന കൊലുമ്പൻ, അവർ കണ്ടുമുട്ടുന്നവർ, വളരെ ഉദ്വേഗജനകമായ ഒരു കഥാന്ത്യവുമുണ്ട്. കാരണം അതിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവരുടെ പാണന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് രാജാക്കന്മാരെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ചേര, ചോള രാജാക്കന്മാരും അതിനു മുന്നേ ഉള്ളവരും അതിന് ശേഷമുള്ളവരെയും ഒക്കെ നമ്മൾ ചരിത്രത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവരെ പുകഴ്ത്തുക, അവരുടെ നേട്ടങ്ങൾ പ്രശംസിക്കുക, അങ്ങനെയാണ് പല പാണന്മാരും ഉപജീവനം നടത്തുന്നത്. കൊലുമ്പനെ പെരുമ്പാണർ ഉപദേശിക്കുന്നുണ്ട്, നീ രാജാക്കന്മാരെ കാണുക. അവിടെയുള്ള രാജാക്കന്മാർ എന്നുള്ളത് യഥാർത്ഥത്തിൽ കുറച്ച് സംസ്കൃതവൽക്കരിക്കപ്പെട്ടതാണ്. അരജന്മാരാണ്. അരജന്മാരെ കാണുകയും ആ അരജന്മാരെ, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരെ സന്തോഷിപ്പിക്കുക, നിങ്ങൾക്ക് ഒരു വറുതിയും പിന്നെ ഉണ്ടാവില്ല. എന്നാൽ സത്യസന്ധരായ പാണന്മാരുണ്ട്. അവർ എങ്ങനെയാണോ വിമർശിക്കേണ്ടത് അത് വിമർശിക്കുന്നുമുണ്ട്. നമുക്കറിയാം, ഔവയാറിൻ്റെ വളരെ ആവേശകരമാണ് ഔവയാറിൻ്റെ ജീവിതം. വളരെ ശക്തയായ, കരുത്തുറ്റ, അന്നത്തെ ഭരണാധികാരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഇതിൽ ഔവയാറിനെ കുറിച്ചുള്ളൊരു ഭാഗമുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഒരാൾ ഔവയാറിനോട് ചോദിക്കുന്നു, ഒരു കഥാപാത്രം, താങ്കൾ അരജൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഒരു പ്രത്യേക സ്നേഹമുണ്ടല്ലേ എന്ന്. അപ്പോൾ ഔവയാർ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, അദ്ദേഹം എനിക്കെല്ലാമാണ്, അദ്ദേഹം സുഹൃത്താണ്, സഹോദരനാണ്. സംഘകാലത്ത് ഒരു സ്ത്രീ, ഒരു കവി ഭരണാധികാരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുകയും വളരെയേറെ സ്വാധീന ശക്തിയുള്ള ഒരു വ്യക്തിയായിരിക്കുകയും ചെയ്തു എന്ന് ഔവയാറിനെ കുറിച്ച് നമുക്കറിയാം. ആ ഔവയാർ ഇതിൽ കടന്നു വരുന്നുണ്ട്. കൊലുമ്പൻ ഒരുപാട് ആരാധിക്കുന്ന പാണന്മാരാണ്, പെരുമ്പാണരാണ്, പാട്ടുകാരാണ് ഇവരൊക്കെ. ഇത്തരത്തിൽ ഈ യാത്രയുടെ ഇടയിൽ അവർ കടന്നു പോകുന്ന ചില രാജവംശങ്ങൾ, ചില അരജന്മാർ അവരെ കണ്ടുമുട്ടുകയും മൈലൻ ചില രാഷ്ട്രീയമായ അന്നത്തെ ചില ഇടപാടുകളിൽ ചെന്നുപെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇവർ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവ് മറ്റൊരു കഥയാണ്. മൈലനെക്കുറിച്ച് പറയുന്നിടത്ത് കരുത്തിൻ്റെയും ആ ഭാഷയിൽ തന്നെ മനോജ് കുറൂർ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. മൈലൻ്റെ ഭാഷ
മറ്റൊന്നാണ്, കൊലുമ്പൻ്റെ ഭാഷ മറ്റൊന്നാണ്. കൊലുമ്പൻ ഒരു പാട്ടുകാരൻ, അലിവും ദയയും മാത്രമുള്ള ഒരാൾ. മൈലൻ അങ്ങനെയല്ല, ഒരു റബലാണ്. അങ്ങനെയാണല്ലോ കുടുംബത്തിൽ നിന്നും പോയി അന്നത്തെ നിലവിലുള്ള അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെട്ടവനാണ് മൈലൻ. ഈ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ പടിഞ്ഞാറൻ തമിഴ്നാടിൻ്റെയും മധ്യ കേരളത്തിൻ്റെയും ഒക്കെ ഭാഗമായി നിൽക്കുന്ന കാര്യങ്ങളാണ് കടന്നു വരുന്നത്. സംഘകാലത്ത് ഏറ്റവും പ്രധാനമായി കണക്കാക്കുന്നതും പുരാതന കേരളത്തിൻ്റെ ചരിത്രത്തിലുമൊക്കെ ഏറ്റവും പ്രധാനമാണ് മുസിരിസ്. തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിരുന്ന വളരെ സുപ്രധാനമായ ആ തുറമുഖം, കൊടുങ്ങല്ലൂർ തുറമുഖം, പിന്നീട് അത് പൂർണ്ണമായും ഇല്ലാതാവുകയാണ് ഉണ്ടായത്. കേരളത്തെ തന്നെ മാറ്റിമറിച്ച, കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു തുറമുഖമായിരുന്നു കൊടുങ്ങല്ലൂർ. ഇന്ന് മുസിരിസ് വീണ്ടെടുക്കുവാനും ആ മുസിരിസിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാനും അത് രേഖപ്പെടുത്തുവാനും അത് ഡോക്യുമെൻ്റ് ചെയ്യുവാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമങ്ങൾ, ആ പര്യവേക്ഷണങ്ങളിൽ നിന്നൊക്കെ വലിയൊരു സംസ്കൃതിയാണ് നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചും ആ മുസിരിസിനെക്കുറിച്ചും മുച്ചിറി പട്ടണം എന്നാണ് തമിഴിൽ, മുച്ചിറി പട്ടണത്തെക്കുറിച്ചും മനോജ് കുറൂർ പറയുന്നുണ്ട്. അന്ന് തന്നെ ഇവിടെ എത്തിയ യവനന്മാർ, നാവികരായി എത്തിയ, ഈ തുറമുഖമുള്ളത് കൊണ്ട് തന്നെ ധാരാളം വിദേശികൾ പല വഴിക്ക് ഇവിടെ എത്താറുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇവിടെ ചീനക്കാർ വന്നിട്ടുണ്ട്, അറബികൾ വന്നിട്ടുണ്ട്, ഡച്ച്, പോർച്ചുഗീസ്, ബ്രിട്ടീഷുകാർ ഒടുവിൽ വന്നു ചേർന്നു. ഇങ്ങനെ കേരളം നീണ്ടുകിടക്കുന്ന നമ്മുടെ തീരപ്രദേശം, അന്നുണ്ടായിരുന്ന പ്രമുഖമായ തുറമുഖങ്ങൾ, ഇതൊക്കെ കേരളത്തിൻ്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ്. നമ്മുടെ ഭൂമി ശാസ്ത്രപരമായ സവിശേഷതകൾ വളരെയേറെ കേരളത്തിൻ്റെ സംസ്കാരത്തെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഈ മുച്ചിറി പട്ടണം, അവിടെ കണ്ണകിയുടെ ഈ പുസ്തകത്തിൽ, ഈ നോവലിൽ പറയുന്നുണ്ട്, അതിൻ്റെ അടുത്ത് കണ്ണകിയുടെ ഒരു ക്ഷേത്രമുണ്ട് എന്നും അവിടെ ചിലമ്പണിഞ്ഞ് പെൺകിടാങ്ങൾ മുടി അഴിച്ചിട്ട് തുള്ളുമെന്നും. നമുക്കറിയാം, ഇന്നും നിലനിൽക്കുന്ന കൊടുങ്ങല്ലൂരിലെ അത്തരം ആചാരങ്ങൾ, ആ ദേവീക്ഷേത്രവും മറ്റും. അപ്പോൾ സംഘകാലം മുതലുള്ള അത്തരം നമ്മുടെ ചരിത്രപരമായി വളരെയേറെ പ്രാധാന്യമുള്ള ഇത്തരം സ്ഥലങ്ങളിലൂടെ, ഇത്തരം ദേശങ്ങളിലൂടെ, ഇത്തരം കാലങ്ങളിലൂടെയൊക്കെയാണ് ഈ നോവൽ കടന്നു പോകുന്നത്. യവനന്മാരെക്കുറിച്ചും വിദേശികളെക്കുറിച്ചും പറയുന്നു. അവർ നമ്മുടെ കുരുമുളകും സുഗന്ധദ്രവ്യങ്ങളും തേടി വരുന്നവരാണ്. അവർക്കിതൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതും വളരെ പ്രധാനപ്പെട്ടതുമാണ്. അങ്ങനെ വന്ന നാവികർ, അവരുണ്ടാക്കിയ മാറ്റങ്ങൾ, ഈ മൈലൻ ഒരു കപ്പലിൽ കയറി വിദേശത്തേക്ക് പോകുന്നതായി പറയുന്നു. ഒരു പാണൻ്റെ കുടുംബത്തിൽ ജനിച്ച ഒരു റെബലായിട്ടുള്ള, ഒരു നിഷേധിയായിട്ടുള്ള ധീരനായ ഒരു യുവാവ് ഒരു കപ്പലിൽ കയറി വിദേശത്തേക്ക് പോകുന്നതായി ഇതിൽ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു കേരളത്തിൻ്റെയും ഒരു ചരിത്രം കൂടിയാണ്. വാസ്കോ ഡ ഗാമ ഇവിടെ വന്നു എന്നതും വാസ്കോ ഡ ഗാമ വന്നതോടുകൂടി വന്ന മാറ്റങ്ങളും ഒക്കെ നമ്മൾ പറയുമ്പോഴും ഇവിടെ മുസിറി പട്ടണമുള്ളിടത്തോളം വന്നിരുന്ന വിദേശികൾ, അവരുടെ ഒപ്പം പോയിട്ടുള്ള ധാരാളം മലയാളികൾ, അല്ലെങ്കിൽ അന്നത്തെ മലയാളികൾ, അവരെ മലയാളി എന്ന് വിളിക്കാമോ എന്ന് നമുക്കറിയില്ല, എങ്കിലും കേരള ദേശത്ത് ജീവിച്ചിരുന്നവർ. ഇങ്ങനെ ഇതൊരു ചരിത്രാഖ്യായിക ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കറിയാം, CV രാമൻപിള്ളയെ പോലെയുള്ളവർ തിരുവിതാംകൂറിൻ്റെ ചരിത്രം നോവലിലേക്ക് കൊണ്ടുവന്നവരാണ്, മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും മറ്റും. പക്ഷെ ആ രീതിയിലുള്ള ഒരു ചരിത്ര നോവലല്ല മനോജ് കുറൂർ എഴുതിയിരിക്കുന്നത്.
അങ്ങനെ ഒരു ചരിത്ര നോവൽ അല്ലാതിരിക്കുമ്പോഴും ഇത് നിരവധിയായ കഥകളിലൂടെ, മിത്തുകളിലൂടെ, ആഖ്യാനങ്ങളിലൂടെ, കവിതകളിലൂടെയൊക്കെ ഒരർത്ഥത്തിൽ ചരിത്രത്തെയും സത്യസന്ധമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ചരിത്രത്തെ വളച്ചൊടിക്കപ്പെടുന്നില്ല. എന്നാൽ ചില നിലപാടുകൾ മനോജ് കുറൂർ എടുത്തിട്ടുണ്ട്. അത് പെരുമ്പാണർ എഴുതിയിട്ടുള്ള കവിതകൾ, അവരുടെ പാട്ടുകൾ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും അതൊക്കെ സംഘകാലത്തെ മനസ്സിലാക്കാൻ സഹായിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ വീണുപോയ, എവിടെയും എഴുതപ്പെടാത്ത സാധാരണ മനുഷ്യരെക്കുറിച്ചുള്ള ആകുലതകൾ മനോജ് പങ്കുവെക്കുന്നുണ്ട്. എപ്പോഴും സംഭവിക്കുന്നത് പോലെ ഒരു ലോകത്തെ, ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് അവിടുത്തെ പ്രശസ്തർ മാത്രമല്ല, അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ കണ്ണുനീരും വിയർപ്പുമൊക്കെയാണ് ഒരു സമൂഹത്തെ യഥാർത്ഥത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ പലപ്പോഴും അത് അദൃശ്യവൽക്കരിക്കപ്പെടുകയോ റദ്ദ് ചെയ്യപ്പെടുകയോ ബോധപൂർവം മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യാറുണ്ട്. ഇതിലും അത്തരം സൂചനകളുണ്ട്. കപിലനും ഔവയാറും പോലെയുള്ള പ്രശസ്തരായ കവികളെക്കുറിച്ച് പറയുമ്പോഴും കൊലുമ്പനെ പോലെയുള്ള സാധാരണക്കാരായ പാണന്മാർ, അവർ പാട്ടുപാടി ഉപജീവനം നടത്തിയവർ, അവരുടെ ഒപ്പമുണ്ടായിരുന്ന, അവരുടെ ഇടയിൽ നിന്നും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കിക്കൊണ്ട്, ഒരു ചലനം സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയവർ, അവരൊക്കെ സാധാരണക്കാർ കൂടിയായിരുന്നു. സാധാരണക്കാരായ മനുഷ്യരുടെ സ്നേഹവും അവരുടെ ഇടപെടലുകളും അവരുടെ സാധാരണ ജീവിതവും കൂടി കണക്കിലെടുക്കേണ്ടതല്ലേ എന്ന ഒരു വലിയ ചോദ്യം മനോജ് കുറൂർ ഈ പുസ്തകത്തിലൂടെ ചോദിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിലം പൂത്ത് മലർന്ന നാൾ എന്ന ഈ പുസ്തകം സവിശേഷമാകുന്നത് അത് അതിൻ്റെ മൗലികത തന്നെയാണ്. അതിൻ്റെ ഭാഷ, അതിൻ്റെ ഉള്ളടക്കം, പ്രമേയം, ആഖ്യാന രീതി, ഇതിൻ്റെയൊക്കെ ഒപ്പം അത് മുന്നോട്ട് വെക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു ചരിത്ര സത്യം കൂടിയുണ്ട്. അതാണ് പുസ്തകത്തെ മൗലികമാക്കുന്നതും അതിന് തനതായ ഒരു നിലനിൽപ്പ് കൊടുക്കുന്നതും. ആ രീതിയിൽ നമ്മുടെ വേരുകൾ ആഴത്തിൽ ഊന്നി നിൽക്കുന്ന ആ പഴം സംസ്കൃതി, ആ സംസ്കൃതിയിലേക്ക് മലയാളിയെ കൊണ്ടുപോകാൻ മനോജ് കുറൂരിന് സാധിച്ചിട്ടുണ്ട്. ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു.